ഹലോ, അങ്ങനെ ഞാനിതാ കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പോൾ ആ പയർ പെട്ടെന്ന് തന്നെ ഉപ്പേരിക്കാന്ന് വെച്ചിട്ട് പയറ് നല്ലതുപോലെ മുറിക്കാൻ പോവുകയാണ്. അതിന് മുന്നായിട്ട് കുറച്ച് പുളിച്ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പുളിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പയറെല്ലാം മുറിച്ചതിന് ശേഷമാണ് കുക്കറിലേക്ക് പയറും അപ്പത്തിന് ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമുള്ള മുളകും ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വേകാൻ വെച്ചു. പിന്നെ പെട്ടെന്ന് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും തുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറിക്കും അതുപോലെ തന്നെ ഉപ്പേരിക്കായിട്ട്. അങ്ങനെ നമ്മുടെ ഉപ്പേരി പെട്ടെന്ന് താളിച്ച് തേങ്ങയിട്ടില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. അതെല്ലാം താളിച്ച ശേഷം വേഗം തന്നെ ഞാൻ അടുത്തതായിട്ട് പുളിച്ചാറാണ് സെറ്റാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ അധികം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി പുളിച്ചാറ് റെഡിയാക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പയറുപ്പേരിയും അതുപോലെ തന്നെ പുളിച്ചാറും ഇവിടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പുളിച്ചാറ് അധികം വെക്കാറ് പാലക്കാട് ഭാഗത്താണ്. അങ്ങനെ പെട്ടെന്ന് സിമ്പിൾ തന്നെ ഒരു പുളിച്ചാറും ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഒരു 12 മണിയൊക്കെ ആയി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മഴയ്ക്ക് ശമനം കിട്ടിയിട്ടുണ്ട്. നല്ല മഴ കൊണ്ട് നിറയെ പൂക്കളെല്ലാം പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് പിന്നെ കുറച്ച് മഴ ശമനം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ 2 മണിക്ക് എല്ലാവരും ചേർന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു. നമ്മുടെ പുളിച്ചാറും പയറുപ്പേരിയും ചേർത്ത് ഭക്ഷണം കഴിച്ചു. പിന്നെയും വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ തോരുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള